ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ എങ്ങനെയാണ് ക്വിക്ക് ഷിഫ്റ്റർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററിൽ അപ്പ് ആൻഡ് ഡൗൺ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മാനുവൽ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു RPM റേഞ്ച് എന്ന് പറയുന്നത് 2500 RPM മുകളിലാണ് ഇതിൻ്റെ ഒരു മാനുവലിൽ പറയുന്നതെങ്കിലും, ഇപ്പോൾ ഷോറൂമിൽ നിന്നൊക്കെ പറയുന്ന അവർ 3000 RPM മുകളിൽ നമുക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. എൻജിൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അപ്പ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ത്രോട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കുക. പിടിച്ച് നമ്മളിങ്ങനെ ത്രോട്ടിൽ ത്രോട്ടിൽ വിട്ടുണ്ടെങ്കിൽ അത് കട്ടായി പോകും. അപ്പോൾ ത്രോട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുക, ഗിയർ ഇങ്ങനെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുക. നേരെ തിരിച്ചാണ് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ കംപ്ലീറ്റ്ലി വിടുക. അതായത് നല്ലൊരു സ്പീഡിൽ പോകുന്ന സമയത്താണല്ലോ നമ്മൾ ഇപ്പോൾ എൻജിൻ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എമർജൻസി സമയത്താണല്ലോ നമ്മൾ സ്പീഡ് കുറയ്ക്കാൻ നോക്കുക. ആ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി നമ്മൾ ത്രോട്ടിൽ അങ്ങ് വിടുന്ന സമയത്ത് ക്ലച്ച് പിടിക്കാണ്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ എടുക്കാം. സോ നമ്മളിപ്പോൾ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2500 RPM മുകളിലാണ് നമുക്കിപ്പോൾ ഇത് ഷിഫ്റ്റ് സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിതാ ത്രോട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ലച്ചും പിടിച്ചിട്ടില്ല. എന്താ 4th ഗിയറിലായി, 5th ഗിയറിലായി, 6th ഗിയറിലായി. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന സംഭവത്തിൽ ത്രോട്ടിൽ പിടിക്കുക, ക്ലച്ച് പിടിക്കാണ്ടിരിക്കുക, അതുപോലെ തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പ് ഷിഫ്റ്റ് എങ്ങനെ ചെയ്യുന്നുള്ളത്. ഇനി നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പീഡിലൊന്ന് പോവുക, നന്നായിട്ട് സ്പീഡ് പോവുക. അത്യാവശ്യം നമുക്ക് ഒരു നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡ് പോവുക. 3000 RPM മുകളിൽ എത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. കംപ്ലീറ്റ്ലി ത്രോട്ടിൽ അങ്ങ് വിടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ വിട്ടു, കണ്ടോ? അപ്പോൾ 3rd ഗിയറിലായി. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.